നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഗണപതി ഭഗവാനെ ആരാധിച്ചാലുണ്ടാകുന്ന ഗുണഫലങ്ങളെക്കുറിച്ചാണ്. ഈ ഗണപതി ഭഗവാന് കോടിക്കണക്കിന് പേരുകളുണ്ട്. എങ്കിലും ഗണപതിയുടെ 32 രൂപങ്ങളെയാണ് പ്രധാനമായും വേദപുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നത്. ആ 32 രൂപങ്ങളിൽ ആദ്യത്തെ 5 രൂപങ്ങൾ പഞ്ചഭൂത രൂപങ്ങളെന്നും 6 മുതൽ 32 വരെയുള്ള രൂപങ്ങൾ യഥാക്രമം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാര് വണങ്ങേണ്ടതാണെന്നും പറയുന്നു. ചില രൂപങ്ങളെ നിശ്ചിത രാശിക്കാര് തൊഴുത് പ്രാർത്ഥിക്കേണ്ടവ ആണെന്നും പറയുന്നുണ്ട്. 32 രൂപങ്ങളെക്കുറിച്ച് ലളിതമായ ഒരു വിവരണമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഗജമുഖനായ ഗണപതി ഭഗവാനെ ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ആരാധിച്ച് അനുഗ്രഹം തേടാവുന്നതാണ്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ബാലഗണപതിയാണ്. 32 ഗണപതിമാരിൽ പ്രഥമനായ ഈ ഗണപതിയെ പ്രഥമ തിഥി നാളിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ്. മേടരാശിക്കാരെ ഈ ഗണപതിയെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് അതിവിശിഷ്ടമാണ്. ബാലഗണപതിയോട് പ്രാർത്ഥിച്ചാൽ കുട്ടികളുടെ ആരോഗ്യം വർദ്ധിക്കും, വിദ്യാദി കലകളിൽ ജ്ഞാനമുണ്ടാകും. ഇതൊക്കെയാണ് ബാലഗണപതിയെ തൊഴുതാലുണ്ടാകുന്ന ഫലങ്ങൾ. രണ്ടാമത്തേത് ഭക്ത ഗണപതിയാണ്. രണ്ടാമനായ ഭക്ത ഗണപതിയെ ദ്വിതീയ തിഥി നാളിൽ തൊഴുത് പ്രാർത്ഥിച്ചാൽ നല്ല ഫലമുണ്ടാവും. ഇടവം രാശിക്കാർക്ക് തൊഴുത് പ്രാർത്ഥിക്കേണ്ട ഗണപതിയാണിത്. ഈ ഗണപതിയെ തൊഴുത് പ്രാർത്ഥിച്ചാൽ മാനസിക പിരിമുറുക്കം, മനോദുഃഖം എന്നിവ അകലുന്നു. ഒപ്പം മനസ്സിന് ഏകാഗ്രതയും ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഗണപതിയായ ശക്തി ഗണപതി. മൂന്നാമത്തേതായ ശക്തി ഗണപതിയെ മിഥുനം രാശിക്കാർ ആരാധിക്കേണ്ട ഒരു മൂർത്തിയാണ്. തൃതീയ തിഥി ദിനത്തിൽ ഈ ഗണപതിയെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് അതിവിശിഷ്ടമാണ്. കുടുംബത്തിൽ ഐക്യം, ബന്ധുക്കൾ തമ്മിലുള്ള ഇണക്കം, വീട്ടിലെ സമ്പൽ സമൃദ്ധി, കലകളിൽ മേന്മ, സമാധാനം എന്നിവയാണ് ഈ ശക്തി ഗണപതിയെ വണങ്ങിയാലുള്ള ഫലസിദ്ധികൾ. സിദ്ധി ഗണപതി നാലാമത്തേതെന്ന് പറയുന്നത് സിദ്ധി ഗണപതിയാണ്. ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കുന്ന മൂർത്തിയാണ് സിദ്ധി ഗണപതി. മനസ്സിലെ ദുഷ്ടചിന്തകളെ അകറ്റി മനസ്സിൽ നല്ല ചിന്തകളെ വിതയ്ക്കുന്നവനാണ് സിദ്ധി ഗണപതി. ഈ ഗണപതിയെ ചതുർത്ഥി ദിന നാളിൽ ആരാധിച്ചാൽ സത്ഫലങ്ങൾ വർദ്ധിക്കും. കർക്കിടകം രാശിക്കാർക്ക് തൊഴുത് പ്രാർത്ഥിക്കേണ്ടത് സിദ്ധി ഗണപതിയെയാണ്. അഞ്ചാമത്തെ ഗണപതി എന്ന് പറയുന്നത് ഉച്ഛിഷ്ട ഗണപതിയാണ്. 32 രൂപങ്ങളിൽ അഞ്ചാമനായ ഈ രൂപമാണ് ഗണപതിയുടെ എല്ലാ രൂപത്തിലും വെച്ച് അതിശ്രേഷ്ഠമെന്ന് പുരാണങ്ങളിൽ പറയുന്നത്. ജ്ഞാനികളും യോഗിമാരും സ്തുതിച്ച് ആരാധിക്കുന്ന ഗണപതിയുടെ രൂപമാണിത്. മനസ്സിൽ ചാഞ്ചാട്ടമില്ലാതെ ഏകാഗ്രതയോടെ ഉച്ഛിഷ്ട ഗണപതിയെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ സമ്പത്തും സർവ്വ സൗഭാഗ്യ സിദ്ധിയും ഉണ്ടാകുന്നു. പഞ്ചമി തിഥി ദിവസമാണ് ഈ ഗണപതിയെ തൊഴുത് പ്രാർത്ഥിക്കേണ്ടത്. ചിങ്ങൻ രാശിക്കാർ തൊഴുത് പ്രാർത്ഥിക്കേണ്ട മൂർത്തിയാണ് ഉച്ഛിഷ്ട ഗണപതി. ആറാമത്തെ ഗണപതി എന്ന് പറയുന്നത് ക്ഷിപ്ര ഗണപതിയാണ്. ആറാമത്തെ രൂപമായ ഈ ഗണപതി കന്നിരാശിക്കാർ തൊഴുത് പ്രാർത്ഥിക്കേണ്ട ദൈവമാണ്. ഷഷ്ടി ദിനത്തിൽ ഈ ഗണപതിയെ ആരാധിച്ചാൽ നല്ല ഫലസിദ്ധി ഉണ്ടാവും. നാൽക്കാലി സമ്പത്ത് വർദ്ധിക്കുന്നതിനായി ക്ഷിപ്ര ഗണപതിയെ തൊഴുത് പ്രാർത്ഥിച്ചാൽ ഏറെ ഫലം കിട്ടുന്നതാണ്. ഏഴാമത്തായി വിഘ്നരാജ ഗണപതിയാണ്. ഗണപതിയുടെ രൂപങ്ങളിലെ ഏഴാമത്തേതായ വിഘ്നരാജ ഗണപതിയെ സപ്തമി തിഥിയിലാണ് വണങ്ങേണ്ടത്. തുലാം രാശിക്കാർ ഈ ഗണപതിയെ വണങ്ങുന്നത് കൂടുതൽ നന്മകൾ പ്രദാനം ചെയ്യും. വ്യവഹാരങ്ങളിൽ വിജയം നേടുന്നതിനും വിജയിക്കുവാനും തടസ്സങ്ങൾ അകലുവാനും പ്രാർത്ഥിക്കേണ്ട ഗണപതിയാണ് വിഘ്നരാജ ഗണപതി. എട്ടാമത്തെ ഗണപതി എന്ന് പറയുന്നത് സൃഷ്ടി ഗണപതിയാണ്. ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടികർമ്മങ്ങൾക്ക് ഭംഗം സംഭവിക്കാതിരിക്കാൻ ആരാധിച്ച മൂർത്തിയാണ് സൃഷ്ടി ഗണപതി. മീനം രാശിക്കാർ വണങ്ങേണ്ട മൂർത്തിയാണിത്. ഈ ഗണപതിയെ അഷ്ടമിയിൽ ആരാധിക്കുന്നതാണ് ശ്രേഷ്ഠം. സർഗപ്രതിഭകളും കലാരംഗത്തുള്ളവരും ഈ ഗണപതിയെ തൊഴുത് പ്രാർത്ഥിച്ചാൽ ഏറെ നല്ല ഫലങ്ങൾ ഉണ്ടാവും. ഒമ്പതാമത്തെ ഗണപതി എന്ന് പറഞ്ഞാൽ ഇരണമോചന ഗണപതിയാണ്. ഇരണം എന്നാൽ കടം, ആരോഗ്യക്കുറവ് എന്നൊക്കെയാണ് പൊരുള്. ഈ 2 ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഇരണമോചന ഗണപതി. ധനുരാശിക്കാർ നവമി നാളിൽ ആരാധിക്കേണ്ട ദൈവമാണ് ഇരണമോചന ഗണപതി. ആയുസ്സും ആരോഗ്യവും ഈ ഗണപതി പ്രദാനം ചെയ്യുന്നതാണ്. 10ാമത്തെ ഗണപതിയായ ഡുണ്ടി ഗണപതിയാണ്. 10ാമത്തേതായ ഡുണ്ടി ഗണപതി കാശിയിലുള്ള
56 ഗണപതിമാരിൽ ഏറ്റവും സവിശേഷമാർന്നതും കീർത്തികേട്ട മൂർത്തിയുമാണ്. ദശമി തിഥിയിൽ ഈ ഗണപതിയെ ആരാധിച്ചാൽ വിദ്യാദി കലകളിൽ മികവ് നേടാൻ കഴിയുന്നതാണ്. അടുത്ത ഗണപതി എന്ന് പറയുന്ന 11ാമത്തെ ഗണപതി എന്ന് പറയുന്ന ദ്വിമുഖ ഗണപതിയാണ്. 2 മുഖങ്ങളോടുകൂടി കാണപ്പെടുന്ന ഈ ഗണപതി ഏകാദശി നാളിൽ ആരാധിക്കുന്നതാണ് ഉത്തമം. ദ്വിമുഖ ഗണപതിയെ തൊഴുത് പ്രാർത്ഥിക്കുന്നവർക്ക് സമ്പത്തും കീർത്തിയും ലഭിക്കുന്നതിനൊപ്പം ദീർഘകാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ മാറി ഐശ്വര്യം ഉണ്ടാവും. ഇരട്ടകളുടെ ചിഹ്നമായ മിഥുനം രാശിക്കാർ ഈ ഗണപതിയെ വണങ്ങുന്നത് നല്ല ഫലസിദ്ധി ഉണ്ടാകുന്നതിന് കാരണമാവുന്നു. 12ാമത്തെ ഗണപതി എന്ന് പറയുന്നത് യോഗ ഗണപതിയാണ്. പേര് പോലെ തന്നെ എല്ലാ യോഗങ്ങളും നൽകുന്ന ദേവനാണ് യോഗ ഗണപതി. ഗണപതിയുടെ ഈ രൂപത്തിൽ 12 രാശികളും അവയുടെ ദേവതകളും കുടികൊള്ളുന്നു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് എല്ലാവർക്കും എപ്പോൾ ആരാധിക്കാവുന്നതാണ്. എന്നാൽ ദ്വാദശി നാളുകളിൽ ആരാധിക്കുന്നത് അതിവിശിഷ്ടമാണ്. അടുത്തത് 13ാമത്തെ ഗണപതിയാണ് ഏകദന്ത ഗണപതി ആണ്. വ്യാസൻ പറഞ്ഞു കൊടുത്ത മഹാഭാരതത്തെ തൻ്റെ ദന്തം, അതായത് കൊമ്പ് എഴുത്തുകോലാക്കി മാറ്റി ആണ് ഗണപതി എഴുതിയത്. മറ്റൊരിക്കല് ഗജമുഖാസുരനെ നിഗ്രഹിക്കുവാനായും ആയുധമായി തൻ്റെ ഈ ദന്തം ഒടിച്ച് എറിയുകയുണ്ടായി. അതുകൊണ്ട് ഒറ്റക്കൊമ്പോടുകൂടി കാണപ്പെടുന്ന ഈ ഗണപതിയെ ത്രയോദശി നാളിൽ ആരാധിച്ചു പോന്നാൽ സത്ഫല സിദ്ധി ഉണ്ടാവുന്നു. പഠനത്തിൽ മികവ്, ശത്രു ഭയനാശം എന്നിവ ലഭിക്കുന്നതോടൊപ്പം സർവ്വവിഘ്നങ്ങളും മാറുന്നതാണ്. കുംഭം രാശിക്കാര് ഈ ആരാധിക്കേണ്ട ദൈവമാണ് ഏകദന്ത ഗണപതി. ഹേരംബ ഗണപതിയാണ് 14ാമത്തത്. ഗജവദനൻ 5 വദനത്തോടെ ദർശനം നൽകുന്ന രൂപമാണ് ഹേരംബ ഗണപതിയുടേത്. ഹേ എന്നാൽ സങ്കടമെന്നും രംഭൻ എന്നാൽ കാത്തുരക്ഷിക്കുന്നവൻ എന്നും ആണ് പൊരുള്. സങ്കടങ്ങളിൽ നിന്നും ഭക്തനെ കാത്തുരക്ഷിക്കയാൽ ഈ മൂർത്തിയെ ഹേരംബ ഗണപതി എന്ന് വിളിക്കുന്നു. ചതുർത്ഥി നാളിൽ ആരാധിക്കേണ്ട ഗണപതിയാണിത്. പ്രാർത്ഥിച്ചാൽ എത്ര കടുത്ത ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഹേരംബ ഗണപതി രക്ഷ ഏകുന്നു. അടുത്ത ഗണപതി നൃത്ത ഗണപതിയാണ്. 15ാമത്തെ ഗണപതി നൃത്ത ഗണപതിയാണ്. തൻ്റെ നൃത്തം കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന പരമേശ്വരനും ആരാധിക്കുന്ന ദൈവമായി വിളങ്ങുന്നു താൻ എന്ന് ആടിക്കൊണ്ട് വെളിപ്പെടുത്തുന്ന രൂപമാണ് നൃത്ത ഗണപതിയുടേത്. പൗർണമി അമാവാസി നാളുകളിൽ ഈ ഗണപതിയെ ആരാധിക്കുന്നത് അതിവിശിഷ്ടമാണ്. ജീവിതത്തിൽ സമൃദ്ധിയും ആഹ്ലാദവും നൽകുന്ന ഒരു ഗണപതി കൂടിയാണ് നൃത്ത ഗണപതി. ചഞ്ചലമായ മനസ്സുകളെ നിയന്ത്രിച്ച് മനോദുഃഖങ്ങൾ അകറ്റുന്ന ഗണപതിയാണ് നൃത്ത ഗണപതി. അടുത്തത് 16ാമത്തെ ഗണപതിയാണ്. ഹരിദ്ര ഗണപതി എന്നാണ് അറിയപ്പെടുന്ന 16ാമത്തെ ഗണപതി. നമ്മുടെ മഞ്ഞളിനെയാണ് സംസ്കൃതത്തിൽ ഹരിദ്ര എന്ന് പേരുള്ളത്. ഹരിദ്ര ഗണപതി എന്നാൽ മഞ്ഞൾ ഗണപതി എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പൊരുള്. മകരം രാശിക്കാർ ആരാധിക്കേണ്ട ഗണപതിയാണ് ഈ ഹരിദ്ര ഗണപതി. സങ്കടഹര ചതുർത്ഥി ദിവസങ്ങളിൽ ആരാധിച്ചു പോന്നാൽ ഓർമ്മശക്തി വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് ഗണപതിയുടെ 32 രൂപങ്ങളിലെ 16 രൂപങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 16 രൂപങ്ങളിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, ഏതാണോ ആവശ്യമുള്ളത്, അത് പറഞ്ഞ പ്രകാരം നന്നായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്കുണ്ടാവുന്നതാണ്. അടുത്ത 16 ഗണപതിയെക്കുറിച്ചുള്ള വിവരണം അടുത്ത എപ്പിസോഡിലുണ്ടാവും. അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ അതും കാണുക. കണ്ടതിന് ശേഷം വിഘ്നേശ്വരനായ ഗണപതി ഭഗവാന്റെ ഏത് രൂപത്തിലുള്ള മൂർത്തിയാണോ നിങ്ങൾ ആരാധിക്കേണ്ടത് ആ രൂപത്തിലുള്ള മൂർത്തി ആരാധിക്കുക. എല്ലാ മൂർത്തികളെയും ആരാധിച്ചാലും ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഇനിയും ഇതുപോലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.